ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് പഞ്ഞപ്പുല്ല് അല്ലെങ്കിൽ റാഗിയൊക്കെ ചേർത്തുകൊണ്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള 2 ഷേക്കാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്തിരിക്കണേ. ഒരു പാത്രത്തിനകത്തോട്ട് 3/4 ഗ്ലാസ് പാലൊഴിച്ചിട്ടുണ്ട്. അതിലൊരു സ്പൂൺ ഹുമിച്ചെടുത്തിട്ടുണ്ട്. 1 സ്പൂണ് റാഗി അല്ലെങ്കിൽ പഞ്ഞപ്പുല്ലിൻ്റെ പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയതിന് ശേഷം വേണം ഗ്യാസ് ഓണാക്കാനായിട്ട്. ഗ്യാസ് ഓണാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കണേ. പെട്ടെന്ന് വേകാതെ ഇങ്ങനെ കട്ടിയായി പോകാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പരുവത്തിൽ ഒരുപാട് കട്ടിയാവേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ടൊരു 6 അല്ലെങ്കിൽ ഒരു 7 കാഷ്നട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഒരുപാടൊന്നും പൊടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് പൊടിച്ച് മാറ്റി വെക്കുക. ഇതിനകത്ത് മധുരം ചേർക്കുന്നില്ല. ഒരു 6 7 കുരുകളഞ്ഞ് ഈന്തപ്പഴം ഇട്ടിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്ത് വെക്കുവാണ്. ഒരു ചെറിയ പഴം ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ 5 രൂപയുടെ ഹോർലിക്സിൻ്റെ ഒരു പാക്കറ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച, അതായത് ആറാൻ വേണ്ടി മാറ്റി വെച്ച ആ പഞ്ഞപ്പുല്ലിൻ്റെ കുറുക്കൂടെ ഒഴിക്കുക. ഇത്രയായിട്ട് മിക്സിയുടെ ജാറിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 6 7 ഐസ് ക്യൂബ്സ് കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കറക്റ്റ് ഒരു ലോങ് ഗ്ലാസ്സിനുള്ള അളവാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ ഹോർലിക്സിൻ്റെ ഒക്കെ ടേസ്റ്റ് കൂടുതലായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അളവൊക്കെ കൂട്ടിയും കുറച്ചുമൊക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടെ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഷേക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഒരു അരത്തവിയോളവേ ഉള്ളൂ വറുത്ത കപ്പലണ്ടിയാണ് ചേർക്കുന്നത്. ഒരു 6 7 കാഷ്നട്ട് കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വയ്ക്കുകയാണ്. ഇത് പിന്നീട് പാലിൻ്റെ കൂടെ ചേർത്ത് അരയ്ക്കുമ്പോൾ ചിലപ്പം പൊടിയാൻ ഇച്ചിരി പാട് വരും, തരിതരിയായിട്ട് കിടക്കും. അതുകൊണ്ട് ആദ്യമേ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഈന്തപ്പഴം കൂടെ ചേർത്തിട്ടുണ്ട്. 6 7 ആണ് ഈന്തപ്പഴം ചേർത്തിരിക്കുന്നത്. ഇവിടെ മധുരം നമ്മൾ ചേർക്കുന്നില്ല. 5 രൂപയുടെ ഒരു ബൂസ്റ്റ് പാക്കറ്റാണ് ചേർക്കുന്നത്. ഈ ബൂസ്റ്റിൻ്റെ ഈന്തപ്പഴത്തിൻ്റെയൊക്കെ മധുരമൊക്കെ കറക്റ്റ് ആയിരിക്കും. ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 4 സൈഡും ആ ബ്രൗൺ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതുകൂടെ ഒന്ന് പീസാക്കി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 6 ഒരു 7 ഐസ് ക്യൂബ്സ് കൂടി ഇട്ടിട്ടുണ്ട്. ഇതും ഒരു കറക്റ്റ് ഒരു ലോങ് ഗ്ലാസ്സിനുള്ള അളവാണ്. വാനില എസൻസ് ആണ് ചേർക്കുന്നത്. വേണമെങ്കിൽ മാത്രം വാനില എസൻസ് ചേർത്താൽ മതിയേ. ഇനി ഒരു 3/4 ഗ്ലാസ് പാലൊഴിക്കുകയാണ്. ഇതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് സ്ട്രോയിൽ വലിച്ചു കുടിക്കാവുന്നതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെയൊക്കെ തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ പാലിൻ്റെ ഐസ് ക്യൂബ്സിൻ്റെ ഒക്കെ അളവ് കുറച്ചുകൊണ്ട് അടിച്ചെടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടെ ചേർത്ത് മിക്സിയുടെ കൂടെ അടിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഈ 2 ഷേക്കും 1 ഗ്ലാസിൻ്റെ അളവാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചുകൊണ്ട് നട്ട്സിൻ്റെയൊക്കെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. നല്ല 2 ഷേക്കാണ്. ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതുവരെ തന്ന സപ്പോർട്ടിൻ്റെ എല്ലാം ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.